ഇതുപോലുള്ള എല്ലാ ഇൻഫോർമേഷൻസും ഇത് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇനി സർവീസ് റിലേറ്റഡ് ഇൻഫർമേഷൻസ് ഒക്കെ അതേപോലെ ഡെലിവറി ചെയ്യുമ്പോൾ ഇൻഫർമേഷനൊക്കെ ഇവിടെ താഴെ വരും. ഇപ്പോൾ ഇതിലൊന്നും ഇൻഫർമേഷൻ ഉണ്ടാവില്ല. അപ്പോൾ ജസ്റ്റ് എൻട്രി ചെയ്ത് കസ്റ്റമർക്ക് ടെക്നീഷ്യൻ അസൈൻ ചെയ്തിട്ടുള്ളൂ. അടുത്ത സ്റ്റെപ്പ് 2 സ്റ്റെപ്പുകൾ ചെയ്യാനുള്ള ടെക്നീഷ്യനാണ്. ഇതേ സമയം ടെക്നീഷ്യന് നോട്ടിഫിക്കേഷൻ വരും. ടെക്നീഷ്യൻ ലോഗിൻ ചെയ്ത് അവൻ്റെ വിൻഡോയിൽ ഇന്ന ജോബ് അവനക്ക് അസൈൻ ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ പറ്റും. അങ്ങനെ ടെക്നീഷ്യൻ്റെ സ്ക്രീനിലും ഇതുപോലെ അവനക്ക് അസൈൻ ചെയ്ത ജോബുകളുടെ ലിസ്റ്റ് കാണിക്കും. ടെക്നീഷ്യൻ അതിൻ്റെ ജോബിൽ ക്ലിക്ക് ചെയ്യുന്നതും അവനടുത്ത സ്റ്റെപ്പ് ഇതിൻ്റെ റിപ്പോർട്ട് അടിക്കുക. ഈ ജോബിൻ്റെ മുകളിലുള്ള വർക്ക് എന്തൊക്കെ ചെയ്തു എന്നുള്ളതും അതിന് വേണ്ട ആവശ്യമുള്ള സ്പെയർ പാർട്സ് ആഡ് ചെയ്യുക. അല്ലെങ്കിൽ സ്പെയർ പാർട്സിന് വേണ്ട റിക്വസ്റ്റ് കൊടുക്കാം സ്റ്റോറിലേക്ക്, അല്ലെങ്കിൽ സ്റ്റോറിൽ നിന്ന് സ്പെയർ പാർട്സ് ഡയറക്റ്റ് ആഡ് ചെയ്യുക. സ്റ്റോക്ക് ഉണ്ടെങ്കിൽ, സ്റ്റോക്ക് ഇല്ലെങ്കിൽ റിക്വസ്റ്റ് ചെയ്യുക. ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ ടേക്ക് ഫോർ ജോബ് എന്ന് പറഞ്ഞാൽ വിൻഡോന് എടുക്കാം. ഈ ടേക്ക് ഫോർ ജോബിൽ അവനക്ക് ആഡ് സർവീസ് റിപ്പോർട്ടുകൾ അവൻ ടൈം ടു ടൈം റിപ്പോർട്ടുകൾ ഇവിടെ ആഡ് ചെയ്യാം. ഓക്കെ, വീണ്ടും ഈ ജോബ് ഇന്നിവിടെ അവസാനിപ്പിച്ച് നാളെ വീണ്ടും ഈ ജോബ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ വീണ്ടും ഈ വിൻഡോനെ എടുത്തിട്ട് അടുത്ത റിപ്പോർട്ട് അടിക്കുക. അങ്ങനെ ക്ലോസ് ചെയ്യുന്ന വരെ, ജോബ് ക്ലോസ് ചെയ്യുന്ന വരെ ഇതിൽ എത്ര റിപ്പോർട്ട് അടിക്കാം. പിന്നെ ഇടയ്ക്ക് സ്പെയർ പാർട്സ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റിക്വസ്റ്റ് സ്റ്റോർ ഐറ്റം. ഇതിന് സ്റ്റോറിൽ നമ്മുടെ സ്റ്റോർ ഐറ്റം ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടാവണം. ഐറ്റത്തിൻ്റെ പേര്, കാറ്റഗറി ഒക്കെ സ്റ്റോറിൽ ആദ്യം ആഡ് ചെയ്തിട്ടുണ്ടാവണം. സ്റ്റോറുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതുപോലെ സ്റ്റോറിൽ സ്റ്റോക്ക് ഉള്ളൊരു സംഭവം അവൻ റിക്വസ്റ്റ് ചെയ്യണം. ഐറ്റം നെയിമോ ഐറ്റം കാറ്റഗറി എന്തെങ്കിലും അവനക്ക് അറിയണം. ഇതിനുമായി ഇപ്പോൾ ഡിസ്പ്ലേ ആണ്. ജോബ് ഐറ്റം കോഡ് അറിയാമെങ്കിൽ കോഡ് മാത്രം അടിച്ചാൽ മതി, ബാക്കിയൊക്കെ ഓട്ടോമാറ്റിക് വരും. കോഡ് അറിയില്ലാന്നുണ്ടെങ്കിൽ കാറ്റഗറി സെലക്ട് ചെയ്യുക, ഐറ്റം സെലക്ട് ചെയ്യുക. അപ്പോൾ അവൈലബിൾ ക്വാണ്ടിറ്റി 4 സ്റ്റോറിലുള്ളത്. അതിൻ്റെ റേറ്റ് ഇതാണ് കാണിക്കുന്നത്. ടാക്സ് ഇനേബിൾ ആയതുകൊണ്ടാണ് ടാക്സ് എമൗണ്ട് കാണിക്കുന്നത്. ഓക്കെ, ക്വാണ്ടിറ്റി 1 ഇപ്പോൾ അവന് ഈ ജോബിൽ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ആഡ് എന്ന് കൊടുക്കുന്നതോടുകൂടി ഈ ജോബിൻ്റെ മുകളിൽ എന്തായി, iPhone 7 ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്പെയർ പാർട്സ് ഇതിൻ്റെ കൂടെ ആഡായി. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് ജോബ് ക്ലോസ് ചെയ്യാണ്. ഇനി ഇവിടെ തന്നെ സ്റ്റോറിലില്ലാത്ത ഐറ്റം ആണെങ്കിൽ, സ്റ്റോക്ക് ക്വാണ്ടിറ്റി 0 ആണെങ്കിൽ റിക്വസ്റ്റ് കൊടുത്താൽ സ്പെയർ പാർട്സ് വെയിറ്റിംഗ് എന്ന സ്റ്റാറ്റസിലേക്ക് പോകും. അതിൻ്റെ റിപ്പോർട്ട് എടുത്തിട്ട് സ്റ്റോർ കീപ്പർക്കോ അല്ലെങ്കിൽ ഫ്രണ്ട് ഓഫീസിലാർക്കോ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പറ്റും. ഏതൊക്കെ സെറ്റുകളാണ്, ഏതൊക്കെ സ്പെയറാണ് പെൻഡിങ്ങിലുള്ളതെന്ന് അറിയാൻ പറ്റും. അതിനനുസരിച്ച് സ്പെയർ വന്നതിന് ശേഷം റിക്വസ്റ്റഡ് ഐറ്റം, സ്റ്റോർ റിക്വസ്റ്റഡ് ഐറ്റത്തിൽ പോയിട്ട് അത് ആ റിക്വസ്റ്റിനെ ആക്സെപ്റ്റ് ചെയ്താൽ ഇവിടെ ഓട്ടോമാറ്റിക് ആഡ് ആവുകയും ചെയ്യും. ഓക്കെ, ഇതാണ് സ്റ്റെപ്പ്. നെക്സ്റ്റ് സ്റ്റെപ്പ് ജോബ് ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ്. ഇതും ടെക്നീഷ്യനാണ് ചെയ്യുക. ഓക്കെ, ജോബ് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്യുമ്പോൾ ഫൈനൽ റിപ്പോർട്ടുകൾ ടൈപ്പ് ചെയ്യണം. പ്രോബ്ലം സോൾവ് ചെയ്തിട്ടുണ്ടോ ഇല്ലേ, ഹാർഡ്വെയറിലാണോ സോഫ്റ്റ്വെയറിലാണോ സോൾവ് ചെയ്തത്. എസ്റ്റിമേറ്റ് 5000 ആണ് പറഞ്ഞത്. സ്പെയർ പാർട്സിൻ്റെ എമൗണ്ട് ഓട്ടോമാറ്റിക് ഇതിൽ ആഡ് ആയിട്ടുണ്ട്. സർവീസ് ചാർജ് ഇനി എത്രയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പിന്നെ ഈ 1000 രൂപയാണ് സർവീസ് ചാർജാണ്. ഇത് സ്പെയർ പാർട്സ്. അപ്പോൾ ടോട്ടൽ എമൗണ്ട് വരിക 2542, 3542 ടോട്ടൽ വരിക. 2542 സ്പെയർ പാർട്സും 1000 രൂപ സർവീസ് ചാർജും കൂട്ടിയിട്ട് ടോട്ടൽ എമൗണ്ട് വരിക. ഡെലിവറി ചെയ്യുന്ന സമയത്ത് ടോട്ടൽ എമൗണ്ട് കാണിക്കുക. ഇത് രണ്ടും ടോട്ടൽ ചെയ്ത എമൗണ്ടാണ്, അതായത് 3542. എസ്റ്റിമേറ്റ് 5000 അതിൽ കൂടും കുറേയൊക്കെ ചെയ്യുക, എസ്റ്റിമേറ്റാണ്. ആ എസ്റ്റിമേറ്റ് 5000 പറഞ്ഞെങ്കിലും നമ്മൾ ഇപ്പോൾ സർവീസ് ചാർജ് ഇടുന്നത് 1000, സ്പെയർ പാർട്സിന് 2542. അങ്ങനെ 3542 ആയിരിക്കും ടോട്ടൽ എമൗണ്ട് വരിക. പിന്നെ ഒരു ഔട്ട്സൈഡ് സർവീസ് സെൻറ്റർ ചാർജ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ ആൻസെറ്റിന് നമുക്ക് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് വേറെ സർവീസ് സെൻറ്ററിലേക്ക് കൊടുത്തയച്ചിട്ട് റിപ്പയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ട്രാൻസ്ഫർ ടു ഔട്ട്സൈഡ് സർവീസ് സെൻറ്റർ. നമുക്ക് ശരിയാവാത്ത വേറെ സെൻറ്ററിൽ നമുക്ക് കൊണ്ടുപോയി ശരിയാക്കാറുണ്ടല്ലോ, അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്, അതിന് തിരിച്ച് ഇങ്ങോട്ട് വരാനുള്ള ഓപ്ഷനും ഉണ്ട്, ഇങ്ങോട്ട് റിസീവ് ചെയ്യാനും റിട്ടേൺ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ആ സമയത്ത് അവിടെ എത്ര എമൗണ്ട് സർവീസ് ചാർജ് ആയി എന്നുള്ളതൊക്കെ ആ റിട്ടേൺ ചെയ്യുന്ന സ്ക്രീനിൽ രേഖപ്പെടുത്താനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ഓട്ടോമാറ്റിക് ഇവിടെ ആഡ് ആവും. അപ്പോൾ അതും കൂടി കൂട്ടിയിട്ടായിരിക്കും ഡെലിവറി ചെയ്യുന്ന സമയത്ത് ടോട്ടൽ എമൗണ്ട് വരിക. ഓക്കെ, ഫൈനൽ സർവീസ് റിപ്പോർട്ട് തൽക്കാലം ജസ്റ്റ് ഓക്കെ എന്ന് എഴുതുന്നത്. എന്താണോ ഡീറ്റെയിൽ റിപ്പോർട്ടാണ് ഇവിടെ ടൈപ്പ് ചെയ്യേണ്ടത്. റിപ്പോർട്ട് കസ്റ്റമർക്ക് പോകേണ്ട റിപ്പോർട്ട് ഏതാണ്. ചിലപ്പോൾ നമ്മുടെ സെയിം റിപ്പോർട്ട് തന്നെ ആയിരിക്കണം എന്നില്ല, കസ്റ്റമർക്ക് നമ്മൾ ഡെലിവറി സ്ലിപ്പിൽ കൊടുക്കേണ്ട റിപ്പോർട്ട് അതേതാണോ അതാണ് ഇവിടെ ടൈപ്പ് ചെയ്യേണ്ടത്. ഈ സമയത്ത് ക്വാളിറ്റി ചെക്ക് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഇവിടെ സെറ്റിങ്സിൽ പോയിട്ട് എന്തൊക്കെയാണ് ഓപ്ഷൻസ്, വൈഫൈ, ഡിസ്പ്ലേ, ക്യാമറ ഒക്കെ ആഡ് ചെയ്യുക. അതൊക്കെ തിരിച്ചു കൊടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് ടെക്നീഷ്യൻ അവൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എല്ലാം ചെക്ക് ചെയ്തിട്ട് ഓക്കെ എന്ന് ഉറപ്പ് വരുത്താനുള്ള ക്വാളിറ്റി ചെക്കിൻ്റെ ഓപ്ഷനാണ് ഇത്. സെറ്റിങ്സിൽ പോയിട്ട് നമുക്കിവിടെ വേണ്ട ഐറ്റംസ് ആഡ് ചെയ്യാൻ പറ്റും. ക്യാമറ, വൈഫൈ, നെറ്റ്വർക്ക് എന്തൊക്കെയാണോ നമുക്ക് വേണ്ടത് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് ഇനി ഇവിടെ സേവ് ചെയ്യണം.
ഇതോടുകൂടി ഇതിൻ്റെ സ്റ്റാറ്റസ് മാറും. സർവീസ് സെൻറ്ററിൽ നിന്നാണ് ഇപ്പോൾ സ്റ്റാറ്റസ് ഉള്ളത്. ഇതോടുകൂടി ഇതിൻ്റെ സ്റ്റാറ്റസ് മാറും. ഈ സമയത്ത് കസ്റ്റമർക്ക് SMS പോകുമ്പോൾ കസ്റ്റമർക്ക് അറിയാൻ പറ്റും ജോബ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ പോകും. ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ സ്റ്റാറ്റസ് കളർ മാറി 124. ഇപ്പോൾ ഇതിൻ്റെ സ്റ്റാറ്റസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഓക്കെ ബോക്സ് എന്നാണ്. മീൻസ് ജോബ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ എന്ന് പറഞ്ഞാൽ സോൾവ് ആയിട്ടുണ്ട് എന്നർത്ഥം. ഇത് പ്രോബ്ലം സോൾവ് ആയിട്ടില്ലെങ്കിൽ നോ എന്നാണ് നമ്മളവിടെ ക്ലോസ് ചെയ്യുമ്പോൾ കൊടുക്കുക. അപ്പോൾ ഇവിടെ നോട്ട് ഓക്കെ ബോക്സ് എന്നായിരിക്കും. ഇത് പ്രോബ്ലം സോൾവ് ആയതുകൊണ്ടാണ് ഓക്കെ ബോക്സ് എന്നർത്ഥം. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് കസ്റ്റമർ വരുന്ന സമയത്ത് ഐറ്റം ഡെലിവറിയാണ്. ഡെലിവറി ഫ്രണ്ട് ഓഫീസിലെ ആളായിരിക്കും ചെയ്യുക. അപ്പോൾ ഡെലിവറി ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതെടുക്കുന്നു. അടുത്ത സ്റ്റെപ്പ് ഐറ്റം ഡെലിവറി. കസ്റ്റമർ വരുന്ന സമയത്ത് നമ്മൾ ഈ ജോബ് എടുത്തിട്ട് വരുന്ന ഐറ്റം ഡെലിവറി അടിക്കുന്നു. ഐറ്റം ഡെലിവറി അടിക്കുന്ന സമയത്ത് നമ്മൾ ഈ സർവീസിന് എന്തെങ്കിലും വാറണ്ടി കൊടുക്കുന്നുണ്ടെങ്കിൽ സർവീസ് വാറണ്ടി ടിക്ക് ഇടണം. ഏത് സമയം വരെയാണ് നമ്മൾ വാറണ്ടി കൊടുക്കുന്നത്, 1 മാസം 3 മാസം ഒക്കെ ആ ഡേറ്റ് ഇവിടെ ടിക്ക് ഇടുന്നു. അത് കസ്റ്റമറുടെ ഡെലിവറി സ്ലിപ്പിൽ രേഖപ്പെടുത്തും. ഓക്കെ, ഇനി ടോട്ടൽ സർവീസ് ചാർജ് വന്നത് ഇത്രയാണ്. സ്റ്റോറിൽ കോസ്റ്റ്, സ്പെയർ പാർട്സിൻ്റെ കോസ്റ്റ് വന്നത് ഇത്രയാണ്. GST കാര്യങ്ങൾ ടാക്സ് ഇനേബിൾ ആയതുകൊണ്ടാണ് ഈ ടാക്സ് കാണിക്കുന്നത്. അത് ഓഫാക്കിയാൽ ഈ ഓപ്ഷൻ ഉണ്ടാവില്ല. അങ്ങനെ ടോട്ടൽ 3542 ടാക്സ് അടക്കം ആണ് എമൗണ്ട് വരുന്നത്. ഈ എമൗണ്ട് നമ്മൾ കളക്ട് ചെയ്യുന്നത് ക്യാഷ് ആയിട്ടാണ്. ഈ ക്യാഷിൻ്റെ കോളത്തിൽ ടൈപ്പ് ചെയ്യണം. അതല്ല ഡിജിറ്റൽ പേയ്മെൻറ്റ് അല്ല ട്രാൻസ്ഫർ വഴിയൊക്കെ ആണെങ്കിൽ ഈ കോളത്തിൽ ടൈപ്പ് ചെയ്യണം എമൗണ്ട്. ഇനി അതല്ല ക്യാഷ് വാങ്ങുന്നില്ല, ക്രെഡിറ്റിലാണെങ്കിൽ, ഇപ്പോൾ ഡീലേഴ്സൊക്കെ ആണെങ്കിൽ അവർ ക്യാഷ് ഇപ്പോൾ തരില്ല, പിന്നീട് തരുമായിരിക്കും, ക്രെഡിറ്റിലായിരിക്കും. അങ്ങനെ ക്രെഡിറ്റിലാണെങ്കിൽ ഇവിടെ ഒന്നും ടൈപ്പ് ചെയ്യേണ്ട. ജസ്റ്റ് ഈ ലൈൻസിൽ പോയിട്ട് ടിക്ക് ഒഴിവാക്കുക, സേവ് ചെയ്യാം. അതല്ല ക്യാഷ് തരുന്നതാണെങ്കിൽ ഇവിടെ ടിക്ക് ഉണ്ടാവണം. ഈ കോളായിരിക്കും ഡിഫോൾട്ടായിട്ട് വരിക. ഇവിടെ 3542 എന്ന് ടൈപ്പ് ചെയ്യണം. ഓക്കെ, ഇവിടെ ബാലൻസ് ഇവിടെ 2000 ഉണ്ട്. അതുകൊണ്ട് ഇവിടെ 3542 അവരുടെ നിന്ന് വാങ്ങൂല. കാരണം ടോട്ടൽ ബില്ല് 3542 ആണ്. അവർ അഡ്വാൻസ് പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് 2000 രൂപ. അപ്പോൾ 1542, ഇവിടെ 1542 ആണ് ഇവിടെ ടൈപ്പ് ചെയ്യേണ്ടത്. എന്നാലേ ട്രാൻസാക്ഷൻ അൺബാലൻസ് 0 വരണം, എന്നാലേ ഇത് സേവ് ആവുള്ളൂ. അപ്പോൾ ഇവിടെ 1542 ക്യാഷ് കളക്ട് ചെയ്യുന്നുള്ളൂ. ശരിക്കും 3542 ആണ് ബില്ല്. അത് ഇവിടെ അഡ്വാൻസ് അവരുടെ അടുത്ത് 2000 കളക്ട് ചെയ്തതുകൊണ്ടാണ് 1542 നമ്മളിവിടെ ക്യാഷ് ഇപ്പോൾ കളക്ട് ചെയ്യുന്നത്. കാരണം 2000 അവർ അഡ്വാൻസ് തന്നിട്ടുണ്ട്. ടോട്ടൽ 3542. ഇത് സേവ് ആൻഡ് പ്രിൻറ്റ് കൊടുക്കുന്നു. ഇതോടുകൂടി കസ്റ്റമർക്ക് SMS പോവും. ഇത് ഡെലിവറി സ്ലിപ്പ്, ഡെലിവറി റെസിപ്റ്റ്. ഓക്കെ, ഇതവർക്ക് പ്രിൻറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഇവിടെ മുകളിൽ നമ്മളെ ലോഗോ ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് ഒരു ജോബ് എൻട്രി മുതൽ ഡെലിവറി വരെയുള്ള നമ്മളെ പ്രൊസീജിയർ. ഓക്കെ.